ഇന്ന് മദ്രസ കഴിഞ്ഞാൽ തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക്. മേഡത്തിൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, ഡോക്ടറാണ്. അങ്ങനെ നേരെ ഈത്തപ്പഴം പിടിച്ചിട്ട് നേരെ വിട്ട് ഹോസ്പിറ്റലിലേക്ക്, നമ്മൾ സഹേല വർക്ക് ചെയ്യണത്. അങ്ങനെ അവിടെ എത്തി സാധനങ്ങൾ കൊടുത്തിറങ്ങി നേരെ വീട്ടിൽ എത്തിയേക്കുമ്പോൾ രാജേഷ് മാങ്ങ കിടന്ന് തൂങ്ങണം. നോക്കി നോക്കുമ്പോൾ എന്താ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തത്രപ്പാടിലാണ്. എന്നിട്ട് മാങ്ങ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ പോരാട്ടം കഴിഞ്ഞ് നേരെ ചായ പിടിക്കാൻ കയറി. ഇന്ന് ദോശയും പിന്നെ ഭൂരിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ദോശ കഴിച്ചത്. അത് കഴിഞ്ഞേക്കന്നെ ഞാൻ പിന്നെ വേർമാട്ടി പോയി. ഇന്നലെ പോയിട്ട് തൊപ്പി കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇന്ന് പോയിട്ട് എന്തായാലും തൊപ്പി വാങ്ങാന്നുള്ള രീതിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ വേർമാട്ടി പോയി. വേർമാട്ടിലാകുമ്പോൾ റേറ്റും കുറവാണ്, നമ്മൾ വിചാരിച്ച സാധനം കിട്ടും ചെയ്തു. പിന്നെ അബുദാബിക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വേർമാട്ട് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരുവിധ ആൾക്കും മലയാളീസ് എന്നല്ല, എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങണം റേറ്റ് കുറവിന്. അങ്ങനെ തൊപ്പിയൊക്കെ വാങ്ങി നേരെ വിട്ട അളിയൻ്റെ അടുത്തേക്ക്. അളിയൻ പറഞ്ഞാൽ എൻ്റെ സ്വന്തം അളിയനല്ല, ഞങ്ങളെല്ലാവരും അളിയെന്നാണ് വിളിക്കുക. ആൾ അർബാബിൻ്റെ അനിയൻ്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. ആൾ വണ്ടി കൊടുക്കാണ്ടായിരുന്നു സർവീസിന്, അപ്പോൾ അത് കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. വിളിക്കാൻ ഞാനാണ് പോയത്. പിന്നെ ഇന്നത്തെ പോലെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ചൊറകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തൊരു മിഷ്യൻ ചായ കണ്ട്, അവിടെ ഫ്രീ ആയതുകൊണ്ട് അവിടെ നിന്ന് ചായയും കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി അളിയനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അളിയൻ്റെ വീട്ടിലേക്കും പോയി. പിന്നെ പോണ വഴിക്ക് അളിയൻ്റെ കുറച്ച് തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 89 വരുമ്പോൾ ഈ പാലം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ഥിരം ഡയലോഗ് തന്നെ ഗൾഫേരെ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നേരെ അളിയനെ വീട്ടിലിറക്കി കൊടുത്ത് ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് വന്നേക്കന്നെ മേഡം വിളിച്ചിരുന്നു. മദ്രസയിൽ നേരത്തെ പോകണം, 12 മണിക്ക് പോകണം പറഞ്ഞ്. ഇപ്പോൾ എക്സാം നടക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് നേരത്തെയാണ് കുട്ടികൾ വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഏതാണ്ട് തീരുമാനമായിക്കണം, ബാക്കി നാളെ നോക്കാം.